ഈ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ലൈംഗിക ദാരിദ്ര്യമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന കാര്യം അതാണ്. ഇവിടെ രണ്ടുകൂടി മീഡിയക്കാർ വളരെ സക്സസ്ഫുൾ ആവാൻ കാരണം അവർ ഇതിട്ട് കൊണ്ടുമാണ്. മലയാളികൾക്ക് ഭയങ്കര ലൈംഗിക ദാരിദ്ര്യമുണ്ട്. എനിക്ക് വേണമെങ്കിൽ പൊട്ടത്തരം വിളിച്ച് പറയാം. പുള്ളി അങ്ങനെ പറഞ്ഞ രണ്ടാഴ്ച പിന്നെ പുള്ളി ഭാഗമാണോ ഈ പാരയുടെ ഭാഗമാണോ അതോ ഈ പാര റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു? അതല്ല അല്ല, തമ്മിലല്ല. കുറച്ച് ചിലത് തമാശ രീതിയിൽ പറയാനാണ്, എല്ലാം സീരിയസ് ആയിട്ട് പറയണമെന്നല്ല. പുള്ളി എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാനും പുള്ളിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇനി പറ, ഞാൻ കേക്കട്ടെ. ഈ തിയേറ്റർ റിവ്യൂ ചെയ്തിരുന്ന കുറെ ആളുകളുണ്ടല്ലോ, അവർ എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ ആറാട്ടണ്ണൻ എന്ന റിവ്യൂ ആൾക്കാർ? ഞാൻ എന്നെക്കാട്ടിലും ജെന്യൂനായിട്ട് റിവ്യൂ പറയുന്ന അവിടെ ആളുണ്ട്. അക്ഷയ് ജോഫി, സ്റ്റഫ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എന്നെക്കാട്ടും ജെന്യൂനായിട്ട് റിവ്യൂ പറയാം. പക്ഷെ അവരൊന്നും വൈറലായില്ല. ഞാൻ എന്റെ ഒരു ഭാഗ്യമാണ്, ഭാഗ്യത്തിന് വൈറലാണ്. അല്ല, അശ്വീലുള്ള ആൾക്കാർ പലരും ഉണ്ട്. ഞാൻ കഴിഞ്ഞ വന്ന അലൻ ജോസ് പെരേര പറഞ്ഞ ആളുണ്ട്. പുള്ളിക്ക് എന്നോട് ഭയങ്കര കോമ്പറ്റീഷനാണ്. പുള്ളി എപ്പോഴും ഭയങ്കര കോമ്പറ്റീഷനാണ്. ചില ആൾക്കാർക്ക് അസൂയുണ്ട്. പക്ഷെ എന്നെക്കാളും നന്നായി റിവ്യൂ പറയുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. ഞാൻ ഒരു ഭാഗ്യത്തിനായതാണ്. ഈ അലൻ ജോസ് പെരേര എപ്പോഴെങ്കിലും പാര വെച്ചിട്ടുണ്ടോ? പണി മാത്രമേ വെച്ചിട്ടുള്ളൂ. ഞാൻ പുള്ളിക്ക് ആദ്യമായിട്ട് ഇന്റർവ്യൂ കൊടുത്ത ആള് ഞാനാണ്. പുള്ളിക്ക് ഇന്റർവ്യൂ കിട്ടിയപ്പോൾ പുള്ളി മീഡിയക്കാർ പറയാണ് ആറാട്ടനെ വിളിക്കണ്ട. മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ട് പുള്ളി ആൾക്കാർ പറയാണ് ആറാട്ടനെ വിളിക്കണ്ട. അങ്ങനെ കുറെ ഇത് നടന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഒരു കോട്ടിട്ട് ഒരു വീഡിയോ എടുത്തപ്പോൾ പുള്ളി കോട്ടിടാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഒരു ഇന്റർവ്യൂ എടുത്തത് അല്ലേ? കോട്ട് എടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു 2 ആഴ്ച. പുള്ളി ഇപ്പൊ കോട്ട് അന്വേഷിച്ച് നടക്കുകയാണ്, ഇമിറ്റേറ്റ് ചെയ്യാം. എന്റെ ഈ ദേഹം മുഴുവൻ അസൂയ, കുശുമ്പ്, പിന്നെ ഒരു ചാക്ക് പൊസസീവ്നെസ്സും. പുള്ളിക്ക് മനസ്സിലാവില്ല. പക്ഷെ ആളൊരു പാവം എനിക്ക് തോന്നുന്നു. ഞാൻ അതുകൊണ്ടാണ് ആരെങ്കിലും കണ്ടത്. ഒരു പാവമായിട്ട് എന്റെ അടുത്ത് സംസാരിക്കും, വളരെ പാവമായിട്ട് സംസാരിക്കും. എപ്പോഴെങ്കിലും ഈ പാര വെക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? പാര വെക്കലേ ഉള്ളൂ, ഫുൾ ടൈം പാര വെക്കലാണ്. പിന്നെ പണിയെടുക്കാതെ ജീവിക്കുന്ന ഒരു ഒറ്റയാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടുള്ളൂ. ഫേസ്ബുക്കിൽ അവന് ചില പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ട്. വളരെ പ്രാക്ടിക്കൽ ആണ് എന്നെക്കാട്ടും. പിന്നെ പുള്ളിക്ക് തൊലിക്കട്ടി ഭയങ്കര എന്നെക്കാട്ടും. ചായം തേച്ച് അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളൊരു മുഖവും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. വളരെ പ്രാക്ടിക്കൽ ആണ്, വളരെ നല്ല തൊലിക്കട്ടി ഉണ്ട്. പിന്നെ പുള്ളി പ്ലാൻ ചെയ്ത പോലെ നേടി. പുള്ളി ഈ വയറിലാണ് പ്ലാൻ ചെയ്താണ്. ഭയങ്കര വെടിവെപ്പുകാരനാണ്. ആന്ന് സത്യം പറയ് ശിവേട്ട, അയാൾ നല്ലോണം വെടിവെക്കൂ. അങ്ങനെ ആ ഒരു കാര്യത്തിലല്ല പുള്ളി ഞാൻ റെസ്പെക്ട് ചെയ്യും. ഞാൻ ഇടയ്ക്കൊരു സന്തോഷമായിട്ടൊരു പോസ്റ്റ് വായിച്ചത്, അലിൻ ജോസ് പെരേരയ്ക്ക് ഒരു നടിയെ കാണുമ്പോൾ കമ്പിയാവും. എത്ര വെള്ളിക്കാശനാടാ നായിന്റെ മോനെ നീ എന്നെ ഒറ്റുകൊടുത്ത്. ആരോട് വേണമെങ്കിലും ഞാൻ ക്ഷമിക്കും, പക്ഷെ നിന്നോടതുണ്ടാവില്ല. അത് പുള്ളി എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ കമ്പി പോസ്റ്റുകൾ കാണുമ്പോൾ ഈ വായിക്കുന്നവർക്ക് കമ്പിയാവും. എന്റെ ഓർക്കം പോയി. എന്താ ഇപ്പൊ ഇതിനൊരു പോംവഴി? അത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് പറയണ്ടായില്ലെന്ന് തോന്നി പിന്നീട്. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയൂ, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. ഇന്നലെ ഞാൻ കണ്ടിരുന്നു, അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമ്പി പോസ്റ്റുകളൊക്കെ ഇടുന്നത്. എന്താണ് ഈ കമ്പി പോസ്റ്റുകളാണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അല്ല, ഒരു ശുഭകാര്യത്തിന് വരുമ്പോ വേണ്ടാത്ത വർത്തമാനം പറയല്ലേ. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ലൈംഗിക ദാരിദ്ര്യമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന കാര്യം അതാണ്. എന്താ നിന്റെ ഉദ്ദേശം? അവൻ ഇവിടുത്തെ ഒരു പ്രമുഖ വട്ടന. ഞാൻ തലക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? എസ്പെഷ്യലി ഫേസ്ബുക്കിൽ അമ്മമാർക്കല്ല ഭയങ്കര ലൈംഗിക ദാരിദ്ര്യമാണ്. ഇപ്പൊ ജെൻസി പിള്ളേർക്ക് അതില്ല. അവർക്ക് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അല്ലാണ്ട് അവർക്ക് കുഴപ്പമില്ല. ഇതൊക്കെ എന്ത്
ആറാട്ടനെ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഒന്നും പറയുന്നില്ല, നോ കമന്റ്സ്. നോ കമന്റ്സ് ഒക്കെ അതിനെ കുറിച്ച് ആർക്കൊന്നും എന്ത് പറയാൻ നോ കമന്റ്സ്. അവൻ എനിക്കിട്ട് പണിഞ്ഞോണ്ടിരിക്കല്ലേ. ഞാൻ ആരാണെന്നോട് തന്റെ വിചാരം? നോ കമന്റ്സ്. ആരെണ്ണം പറയുന്ന ഉത്തരം പറയണം. ആറാട്ടനെ പറഞ്ഞു രണ്ട് ബിരിയാണി കഴിച്ച ആലൻ ജോസ് പേരെ വള്ളിയിട്ടെന്ന് പറഞ്ഞു. അതൊക്കെ സ്വാഭാവികമാണ്. തമാശ അല്ല, ഇത് സീരിയസ്. അതിനായിട്ട് ഒന്നും പറയാനില്ല, അതൊക്കെ സ്വാഭാവികം. ഇടാറുണ്ടാ എനിക്കറിയില്ല. നാളെ ചിലപ്പോ കക്കൂസിക്കുന്നതും പുള്ളിയിടുമായിരിക്കും. അത് കേട്ടേ ഉള്ളൂ. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയാ. ആറാട്ടനോടൊന്നും പറയാനുള്ളത് ഒന്നും പറയാനില്ല. പുള്ളിക്ക് വാ പോരാ പറയട്ടെ. ഒരു ചെവി കൂടി കേൾക്കുക. പേവാക്കിന് പൊട്ടച്ചെവി എന്ന് പറഞ്ഞ് കേൾക്കുക. പേവാക്കിന് പൊട്ടച്ചെവി. ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ പറമ്പിലോട്ട് പോയി 4 തെങ്ങിന് തറയെടുത്തൂടെ? ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. നിന്റെ കരിനാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ. എന്നെ പ്രാന്ത് പഠിപ്പിച്ചോണ്ടല്ലോ. ഞാൻ ഈ ഇടവകയിൽ ഓരോരുത്തർ കല്യാണം കഴിച്ചാലും പിന്നെ എന്നെ പിടിച്ച കിട്ടിയത് വരില്ല. എനിക്ക് വേണമെങ്കിൽ പൊട്ടത്തരം വിളിച്ച് പറയാം. പുള്ളി അങ്ങനെ പറഞ്ഞ രണ്ടാഴ്ച പിന്നെ പുള്ളി വെർജിൻ അല്ലാന്ന് പറഞ്ഞു. വെർജിൻ അല്ല നോ കമന്റ്സ്. പണി വരുന്നുണ്ടവറാച്ച. ഫേക്ക് ന്യൂസ് ആണോ? ഒക്കെ ഫേക്ക് ന്യൂസ് ആണോ? ഒന്നും പറയാനല്ലോ. പുള്ളി പറയട്ടെ. പുള്ളി വലിയ വലിയ നടന്മാരെ പറ്റി ഒന്നും പറയും. ലാലേട്ടനെ പറ്റി പറയുന്നു, മമ്മൂട്ടിനെ പറ്റി പറയുന്നു. നമുക്ക് പറയാം. എന്നിട്ട് മമ്മൂക്ക മഠത്തിൽ അപേക്ഷിച്ചില്ലേ? ഇത്രേ ഉള്ളൂ. എന്റെ പൊന്നു നായിട്ടവരെ കരയിക്കണം. ബേബിച്ചേട്ടനല്ലേ നീ ഇങ്ങനെ മറ്റേ ഇപ്പൊ ഇത്രയും അറിയാലോ. കേരള കമ്മിറ്റി വന്നപ്പോ എന്തൊക്കെ പോയി ഇത്ര അല്ലേ? എന്നിട്ടും പുള്ളിനെ ബസൂക്കെ നമ്മുടെ പടത്തിൽ കാണിച്ചില്ലേ? ഓക്കെ, ഡയലോഗ്സ് ഉള്ള റോളില് BGM ഒക്കെ ഇട്ട് ബിൽഡപ്പ് കൊടുത്തില്ല. എന്തായിരുന്നു മനസ്സിലായോ? ഏത് ബസൂക്കയില് എന്താ കുഴപ്പമില്ല. പക്ഷെ പലരോട് ചോദിച്ചാൽ അസൂയപ്പെട്ടില്ല. എന്താ അസൂയ? ആറാട്ടനിട്ട വീഡിയോ കണ്ട? ആറാട്ടനിട്ട വീഡിയോ കണ്ട? അലൻ ജോസിനെ പറ്റി അലൻ ജോസിനെ ഇട്ട വീഡിയോ ബോളിവുഡാ? അതെല്ലാരും ചെയ്യുന്നതല്ലേ. അണ്ണൻ ബോളിവുഡാണല്ലേ? ചുമ്മാ എല്ലാരും ബോളിവുഡ്. നീ വിഷയത്തേക്ക് പാടാമായ പുള്ളി പറയുന്ന ഒരു കാര്യം സത്യമാണോ? പുള്ളി ഹാക്ക് ചെയ്യണേ. 8 മണി തൊട്ട് 10 മണി വരെ പുള്ള ഫോൺ വേറെ ആളുടെ കയ്യിലായിരുന്നു. ഹാക്ക് ചെയ്യണേ അണ്ണൻ പറയണേ. സത്യമാണോ? വേണ്ട ഒന്നും അറിയാത്ത പോലെ മണ്ടം കളിക്കണ്ട. അയ്യോ സത്യമായിട്ട് എനിക്കറിയില്ല. അണ്ണൻ പറയുന്നല്ലാന്നാണ് പറഞ്ഞത്. വേറെ ആരും നിർബന്ധിച്ച് പറയുന്നതാണ്. സത്യമാണെന്നറിയില്ല. ഗ്യാസ് എടുത്തോണ്ടല്ല കളിക്കല്ലേ. പെരേരൊരു കാര്യം ചോദിച്ചില്ലേ, ഈ അണ്ണനാ വേഷം കിട്ടില്ല, നിനക്ക് എന്തെങ്കിലും കുശുമ്പോ കുണ്ടായ്മ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ചങ്കിടിപ്പോ? നല്ല സാധനം ചെയ്തതല്ലേ, പോട്ടിക്ക് വന്നതല്ലേ, മമ്മൂക്കാടെ പുറത്തേക്ക് കിട്ടുമെന്ന് പറഞ്ഞ വലിയൊരു കാര്യം. പൊട്ടന്മാര്